ഹായ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് CS-ന്റെ പാർട്ടായിട്ടുള്ള ട്രെയിനിങ് പ്രോഗ്രാംസിനെ പറ്റിയിട്ടാണ്. CS പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ച് അവർ പ്രൊഫഷണൽ ലെവലിലുള്ള 7 പേപ്പറുകൾ ക്ലിയർ ചെയ്തതുകൊണ്ട് കോഴ്സ് കംപ്ലീറ്റ് ആകുന്നില്ല. അതിനൊപ്പം തന്നെ കുറച്ച് ട്രെയിനിങ് പ്രോഗ്രാംസ് അവർ അറ്റൻഡ് ചെയ്യേണ്ടതുണ്ട്. അതും കൂടി കംപ്ലീറ്റ് ആയി കഴിയുമ്പോഴാണ് നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ കമ്പനി സെക്രട്ടറി CS എന്ന പേരിൻ്റെ ഫ്രണ്ടിൽ ആഡ് ചെയ്യാൻ പറ്റുക. അതായത് നിങ്ങൾക്ക് ICSI മെമ്പർഷിപ്പ് തന്ന ഒരു കമ്പനി സെക്രട്ടറി എന്ന് നിങ്ങൾ അപ്രൂവ്ഡ് ആവുന്നത്. അപ്പോൾ ആ പാർട്ടായിട്ടുള്ള ട്രെയിനിങ്ങിനെ പറ്റിയിട്ടാണ് ഇന്ന് നമ്മൾ സംസാരിക്കുക. CS കോഴ്സിന്റെ പാർട്ടായിട്ട് 2 തരത്തിലുള്ള ട്രെയിനിങ്സ് ആണ് മെയിൻലി നമ്മൾ കടന്നു പോകേണ്ടുന്നത്. ഒന്ന് ലോങ് ടൈം ട്രെയിനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കമ്പനി സെക്രട്ടറിയുടെ അണ്ടറിൽ വർക്ക് ചെയ്യുന്ന ടൈം എക്സ്പീരിയൻസ് ആണത്, 21 months. ഇത് കൂടാതെ നിങ്ങൾക്ക് ഷോർട്ട് ടൈം ആയിട്ടുള്ള 3 ട്രെയിനിങ് പ്രോഗ്രാംസ് കൂടി അറ്റൻഡ് ചെയ്യേണ്ടുന്നതുണ്ട്. ഇത് ഓരോന്നും ഏത് സമയത്ത് ചെയ്യണം എന്നുള്ളത് നമ്മൾ പറയാം. ഒന്ന്, ഫസ്റ്റ് നമ്മൾ കാണുന്നത് ലോങ് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വരുന്ന 21 monthsന്റെ ഡ്യൂറേഷനുള്ള പ്രോഗ്രാം. ഇത് നിങ്ങളൊരു കമ്പനി സെക്രട്ടറിയുടെ അണ്ടറിൽ അല്ലെന്നുണ്ടെങ്കിൽ ഒരു രജിസ്ട്രേഡ് കമ്പനിയിൽ, കമ്പനി സെക്രട്ടറി ഉള്ള ഒരു കമ്പനിയിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഒരു ടൈമാണ്. ഇത് നിങ്ങൾ കമ്പനി സെക്രട്ടറിയുടെ ഗൈഡൻസിൽ ഒരു പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ആണ് നിങ്ങൾക്ക് അവിടെ കിട്ടുക. ഈ 21 months എന്ന് പറയുന്നത് നിങ്ങൾ സ്റ്റൈഫൻഡോട് കൂടിയിട്ടാണ് വർക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് നിശ്ചയിച്ചിട്ടുള്ള ഒരു എമൗണ്ട് എന്ന് പറയുന്നത് 5000 രൂപയാണ്. അതായത് മന്ത്ലി നിങ്ങൾക്ക് 5000 രൂപ വീതം ഈ പറയുന്ന കമ്പനി സെക്രട്ടറി അല്ലെങ്കിൽ കമ്പനി നിങ്ങൾക്ക് പേ ചെയ്യുന്നുണ്ടാവും. അതിലാണ് നിങ്ങൾ വർക്ക് ചെയ്യുക. ഇനി അത് ഏറ്റവും മിനിമം പേയ്മെന്റ് ആണ് കേട്ടോ. ഇതിൽ കൂടുതൽ എമൗണ്ടുകൾ, അതായത് 5000 റുപ്പീസിൽ കൂടുതൽ എമൗണ്ടുകൾ കുട്ടികൾക്ക് കിട്ടും. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളത് വർക്ക് എടുക്കുന്ന കമ്പനിയിലും നിങ്ങൾ ജോയിൻ ചെയ്യുന്ന കമ്പനിയിലെ വർക്കും കാര്യങ്ങൾക്കും ഒക്കെ അനുസരിച്ചിട്ടാണ് നിങ്ങൾക്ക് എത്ര സ്റ്റൈഫൻഡ് തരണം എന്നൊരു കമ്പനി തീരുമാനിക്കുക. പക്ഷെ മിനിമം 5000 റുപ്പീസ് തന്നിട്ടുണ്ടാവണം എന്നുള്ളത് ഇൻസ്റ്റിറ്റ്യൂട്ട് പറഞ്ഞിട്ടുള്ള എമൗണ്ട് ആണ്. ഇനി നിങ്ങൾക്ക് ഇതെങ്ങനെയാണ്, എപ്പോഴാണ് ചെയ്യാൻ പറ്റുന്നത്? ഇത് നിങ്ങൾക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ മിനിമം എക്സിക്യൂട്ടീവിന്റെ 7 പേപ്പറുകൾ, അതായത് എക്സിക്യൂട്ടീവ് ലെവലിലുള്ള 2 മൊഡ്യൂൾസും ക്ലിയർ ചെയ്തതിന് ശേഷമാണ് നിങ്ങൾക്ക് ഈ 21 monthsന്റെ ഡ്യൂറേഷനിലേക്ക് പോകാൻ പറ്റുന്നത്. ഇനി എല്ലാവരും അത് എക്സിക്യൂട്ടീവ് കഴിഞ്ഞിട്ട് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. എക്സിക്യൂട്ടീവ് കഴിഞ്ഞിട്ട് നേരെ പ്രൊഫഷണലിന്റെ പേപ്പറുകൾ കൂടി എഴുതിയെടുത്തതിന് ശേഷവും ഈ പറയുന്ന 21 monthsന്റെ ഇന്റേൺഷിപ്പ് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇനി അത് ചെയ്യുന്ന സമയത്ത് നിങ്ങളിപ്പോൾ ഒരു കമ്പനി സെക്രട്ടറിയുടെ അണ്ടറിൽ ഒരു കമ്പനിയിൽ ജോയിൻ ചെയ്തു. അത് ജോയിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് അവിടെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് അവിടെ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ആദ്യത്തെ 2 months പ്രൊബേഷണറി ടൈമാണ്. നിങ്ങൾക്ക് അനലൈസ് ചെയ്തിട്ട് അത് നിങ്ങൾക്ക് പറ്റുന്ന ഫെയിമാണോ എന്നൊക്കെ നോക്കാൻ പറ്റും. ഈ 2 months പ്രൊബേഷണറി ടൈമിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ട്രാൻസ്ഫർ എടുത്ത് വേറെ എങ്ങോട്ടെങ്കിലും മൂവ് ചെയ്യാനും പറ്റും. ഈ മൂവ് ചെയ്യുന്നതിന് മുന്നേ അങ്ങനെ വെറുതെ അങ്ങനെ പോകല്ല. നിങ്ങൾക്കൊരു 14 ദിവസത്തെ നോട്ടീസ് പീരീഡ് ഉണ്ടാവും. നിങ്ങൾക്ക് ആ കമ്പനിയിൽ ആ നോട്ടീസ് പീരീഡ് ഇട്ട് 14 ദിവസം കൊണ്ട് അവിടുത്തെ വർക്കും കാര്യങ്ങളും നിങ്ങളുടെ കയ്യിലുള്ള കാര്യങ്ങളൊക്കെ ഹാൻഡ് ഓവർ ചെയ്തതിന് ശേഷം സേഫായി നിങ്ങൾക്ക് മറ്റൊരിടത്തേക്ക് മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ നിങ്ങൾ ബാക്കി 21 months അവിടെ കണ്ടിന്യൂ ചെയ്യുക. ഇതാണ് നമുക്ക് ഉള്ളൊരു ഡ്യൂറേഷൻ ടൈം എന്ന് പറയുന്നത്. ഇനി ഇതിൽ നിങ്ങൾ എക്സിക്യൂട്ടീവ് കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ഇന്റേൺഷിപ്പ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ തന്നെ പ്രൊഫഷണൽ പഠിക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ തന്നെ പ്രൊഫഷണൽ പഠിക്കാൻ പറ്റും. പാർട്ട് ടൈം ഇത് രണ്ടും കൂടി പാർട്ടായിട്ട് കൊണ്ടുപോകാനും പറ്റും. ഇനി അത് എക്സാമിന്റെ സമയത്തൊക്കെ നമുക്ക് ലീവിന്റെ ആവശ്യം വരുമല്ലോ. സോ ലീവും ഇവിടെ അവൈലബിൾ ആയിരിക്കും. 52 ദിവസമാണ് നിങ്ങൾക്ക് ലീവായിട്ട് കിട്ടുക. അതായത് പ്രൊഫഷണൽ പഠിക്കാൻ വേണ്ടിയിട്ടും എക്സാം എഴുതാൻ വേണ്ടിയിട്ടും നിങ്ങൾക്ക് അലൗഡ് ആയിട്ടുള്ള ഈ 21 monthsൽ അലൗഡ് ആയിട്ടുള്ള ലീവ് എന്ന് പറയുന്നത് 52 ആണ്. ഈ 52 ലീവ് നിങ്ങൾക്ക് എടുക്കാം. ഇതിൽ കൂടുതൽ എടുത്താൽ എന്ത് സംഭവിക്കും? നിങ്ങളുടെ ട്രെയിനിങ് പീരീഡ് എക്സ്റ്റെൻഡ് ആയിക്കൊണ്ടിരിക്കും. ഇതിനനുസരിച്ച് എക്സ്റ്റെൻഡ് ആയിക്കൊണ്ടിരിക്കും. ഇനി ഈ എല്ലാവർക്കും ഈ 52 days അവൈലബിൾ അല്ല. നിങ്ങൾ ഇനി പ്രൊഫഷണൽ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമാണ് ഈ പറയുന്ന ഇന്റേൺഷിപ്പിന് പോകുന്നത് എന്നുണ്ടെങ്കിൽ 21 days ആണ് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ലീവ്. അത് നിങ്ങൾക്ക് എടുക്കാം. അതിനപ്പുറത്തേക്ക് നിങ്ങൾ എടുത്താൽ ഈ പറയുന്നത് പോലെ എക്സ്റ്റെൻഡ് ആയി പോയിക്കൊണ്ടിരിക്കും. ഇങ്ങനെയാണ് ലോങ് ടൈം ട്രെയിനിങ് വരുന്നത്. ഇനി ഇത് കൂടാതെ നമ്മൾ പറഞ്ഞു 3 ഷോർട്ട് ടൈം ട്രെയിനിങ്ങുകൾ കൂടി നിങ്ങൾ ഇതിന്റെ പാർട്ടായിട്ട് ചെയ്യണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ODOP, EDP, അതുപോലെ CLDP, അങ്ങനെയാണ് 3 പ്രോഗ്രാംസ്. ODOP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 day ഓറിയന്റേഷൻ പ്രോഗ്രാം. ഇത് നിങ്ങൾ CS കോഴ്സ് രജിസ്റ്റർ ചെയ്ത്, അതായത് എക്സിക്യൂട്ടീവ് കോഴ്സ് രജിസ്റ്റർ ചെയ്ത് 30 ദിവസം കഴിയുമ്പോഴാണ് നിങ്ങൾ, അല്ലെങ്കിൽ ആ ടൈം ഗ്യാപ്പിന്റെ ഉള്ളിൽ നിങ്ങൾ ഇത് ചെയ്യണം. ODOP എന്ന് പറയുമ്പോൾ അതൊരു 1 day പ്രോഗ്രാം ആണ്. അതിലുള്ളതുപോലെ തന്നെ കോവിഡിന്റെ ഒക്കെ സമയത്ത് അത് ഓൺലൈൻ അവൈലബിൾ ആയിരുന്നു. ഇപ്പോൾ ഫിസിക്കൽ നിങ്ങൾ അടുത്തുള്ള ചാപ്റ്റർ ഏതാണോ ആ ചാപ്റ്ററിൽ പോയിട്ട് നിങ്ങൾക്ക് ഫിസിക്കൽ ആണ് ആ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യേണ്ടുന്നത്. ഈ പ്രോഗ്രാം അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോൾ
ODOPക്ക് നമുക്കൊരു സർട്ടിഫിക്കറ്റ് കിട്ടും. ആ സർട്ടിഫിക്കറ്റ് യൂസ് ചെയ്തിട്ട് വേണം നമ്മൾ എക്സിക്യൂട്ടീവ് പ്രോഗ്രാം, അതായത് കോഴ്സ് രജിസ്റ്റർ ചെയ്യുന്ന സമയത്തല്ല, പ്രോഗ്രാമിന്റെ കോഴ്സ് രജിസ്ട്രേഷൻ നമ്മൾ കഴിഞ്ഞു, ഇനി നമ്മൾ എക്സാം രജിസ്ട്രേഷൻ ചെയ്യുമല്ലോ. അതായത് ഏത് ടൈമിലേക്കാണോ നിങ്ങൾ എക്സാം എഴുതാൻ ഉദ്ദേശിക്കുന്നത് അതിന് മുന്നേ നമ്മൾ എക്സാം രജിസ്ട്രേഷൻ ചെയ്യും. ആ സമയത്ത് ഈ ODOPയുടെ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് എക്സാം രജിസ്റ്റർ ചെയ്യാൻ പറ്റുക. പ്രീ എക്സാമിനേഷനും ODOPയും മാൻഡേറ്ററി ആണ്. ഓക്കെ, അതാണ് ODOP പ്രോഗ്രാം. ഇതിന് 600 രൂപയോ മറ്റാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചാർജ് ചെയ്യുന്ന ഒരു എമൗണ്ട്. പെയ്ഡ് ആണ്. അത് നിങ്ങൾ കൊടുത്തിട്ട് നിങ്ങൾ 1 ഡേ പ്രോഗ്രാം അവിടെ ചെയ്യണം. ഇനി അത് കഴിഞ്ഞതിന് ശേഷം അത് ഇന്റർ രജിസ്റ്റർ ചെയ്ത് 30 ദിവസത്തിന്റെ ഉള്ളിലാണ് നമ്മളത് ചെയ്യേണ്ടുന്നത്. അതും കഴിഞ്ഞ് അടുത്ത പ്രോഗ്രാം എന്ന് പറയുന്നത് EDP, എക്സിക്യൂട്ടീവ് ഡെവലപ്മെന്റ് പ്രോഗ്രാം. ഇത് 1 മന്ത് പ്രോഗ്രാം ആണ്, 30 ഡേയ്സ്. ഈ 30 ഡേയ്സിൽ 15 ദിവസങ്ങൾ ഓൺലൈനായിട്ടും 15 ദിവസം ഓഫ്ലൈനായിട്ട് ഫിസിക്കലി നിങ്ങൾ പോയിട്ടുമാണ് ട്രെയിനിങ്സ് അറ്റൻഡ് ചെയ്യേണ്ടുന്നത്. ഈ 15 ദിവസം ഓൺലൈൻ ആയിട്ടുള്ളതിന് പേയ്മെന്റ് വരുന്നുണ്ട്. 2000 റുപ്പീസ് പേയ്മെന്റ് വരും. അതുപോലെ തന്നെ ഓഫ്ലൈൻ ആയിട്ട് നിങ്ങൾ പോകുന്ന സമയത്ത് 5000 റുപ്പീസുമാണ് അതിന് നിങ്ങൾ കൊടുക്കേണ്ടുന്ന എമൗണ്ട്. എക്സിക്യൂട്ടീവ് ഡെവലപ്മെന്റ് പ്രോഗ്രാം കുറച്ചും കൂടെ നമ്മൾ ഫസ്റ്റ് ഈ ODOP ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കോഴ്സിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആയിരിക്കും അവിടെ ഉണ്ടാവുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ കോഴ്സ് എങ്ങനെയാണ്, അതിന്റെ ഓപ്പർച്യൂണിറ്റീസ്, അല്ലെങ്കിൽ എന്താണ് ഒരു കമ്പനി സെക്രട്ടറി കോഴ്സ്, അതൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ചെറിയ സെഷനാണ് ODOP. പക്ഷേ EDP എന്ന് പറയുന്നത് കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ലെവലിലാണ്. എക്സിക്യൂട്ടീവ് ക്വാളിഫൈ ചെയ്ത ആളുകളാണ് EDP പ്രോഗ്രാം. എക്സിക്യൂട്ടീവിന്റെ 2 മൊഡ്യൂൾസ് കഴിഞ്ഞതിന് ശേഷമാണ് നിങ്ങൾ ഈ EDP പ്രോഗ്രാം അറ്റൻഡ് ചെയ്യേണ്ടുന്നത്. അപ്പോൾ അവിടെ ഡെവലപ്മെന്റ് പ്രോഗ്രാംസ് ആണ് നടക്കുക. ഇനി അതിനുശേഷമുള്ള ഒരു പ്രോഗ്രാമാണ് CLDP. CLDP എന്ന് പറയുന്നത് ഒരു കോർപ്പറേറ്റ് ലെവൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം എന്നാണ് പറയുക. ഇത് 30 ഡേയ്സ് തന്നെയാണ്. ഇങ്ങനെ തന്നെ 15 ദിവസം ഓൺലൈനായിട്ടും 15 ദിവസം ഓഫ്ലൈനായിട്ടും നിങ്ങൾക്ക് ഈ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യണം. ഇത് അറ്റൻഡ് ചെയ്യണം എപ്പോഴാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 21 മന്ത്സിന്റെ ഇന്റേൺഷിപ്പ് കൂടി കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമാണ് നിങ്ങൾക്ക് ഈ പറയുന്ന CLDP പ്രോഗ്രാം അറ്റൻഡ് ചെയ്യേണ്ടുന്നത്. ഇനി CLDP പ്രോഗ്രാം അറ്റൻഡ് ചെയ്ത് അതും കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമാണ് നമുക്ക് നമ്മുടെ കോഴ്സ് മെമ്പർഷിപ്പിന് ആപ്ലിക്കേഷൻ വെക്കാൻ പറ്റുക. അതായത് നിങ്ങൾ ആ സമയം കൊണ്ട് പ്രൊഫഷണൽ വരെയുള്ള എല്ലാ പേപ്പറുകളും, അതായത് എക്സിക്യൂട്ടീവിലെ 14 പേപ്പർ പ്ലസ് പ്രൊഫഷണലിന്റെ 7 പേപ്പർ, അങ്ങനെ ടോട്ടൽ 14 പേപ്പർ അറ്റൻഡ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത്, അതുപോലെ ODOP, EDP, CLDP 21 മന്ത്സിന്റെ ട്രെയിനിങ് ഇത്രയും കംപ്ലീറ്റ് ആകുന്ന ടൈം ഇത് പാരലൽ ചെയ്താൽ മതി. അതുകൊണ്ടാണ് നമ്മൾ 3 വർഷം എന്ന് പറയുന്നത്. ഇത് 3 വർഷം കൊണ്ട് കംപ്ലീറ്റ് ആക്കാൻ പറ്റും. ആ 3 വർഷത്തെ ടൈം കംപ്ലീറ്റ് ആയി നിങ്ങൾ ഇതെല്ലാം കംപ്ലീറ്റ് ചെയ്യുമ്പോഴാണ് മെമ്പർഷിപ്പ് കിട്ടുക, ICSEയുടെ മെമ്പർഷിപ്പ് കിട്ടുക. അതിനുശേഷമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ പേരിന്റെ ഫ്രണ്ടിൽ CS എന്ന് ആഡ് ചെയ്യാൻ പറ്റുന്നത്.